പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന് 3 വിഭാഗം പെണ്ണുങ്ങളെ ശപിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ, അവൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. അല്ലാഹു ശപിച്ചാ നന്നാകുവോ മോളെ? അല്ലാഹു ശപിച്ചാ നന്നാവോ? ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് അല്ലാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം പച്ചകുത്തുന്നവരാ. ഇന്ന് പച്ചകുത്തുന്നത് ഒരു വല്ലാത്ത ട്രെൻഡാണല്ലോ. ശരീരത്ത് പച്ചകുത്തുന്നത് ഇന്ന് വല്ലാത്ത ട്രെൻഡാണല്ലോ. നേരത്തെ ആണുങ്ങൾ മാത്രമാണ് ചെയ്തതെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ. അവളുള്ള വീട് നേരെയാകൂല. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളുള്ള വീട്. റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, നിന്റെ മക്കളുണ്ടോ, നിന്റെ കൂടപ്പിറപ്പുണ്ടോ, അല്ലാഹു ശപിച്ച 3 വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? റസൂലുള്ളാഹി പറയുകയാ, പച്ചകുത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ, നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നേരെയാകാത്തത്? ഞാനെന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാമുണ്ട് ഉസ്താദേ, ബർക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, വീട്ടിൽ പോയിട്ട് നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച റബ്ബ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ? സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തേണ്ടവനാണ് നീ. നിന്റെ പെങ്ങളുടെ നെറ്റിയിൽ അവളുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെൺമക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. ഇന്നെല്ലാം മോഡലാ, പുടുത്ത നാറുപടി പൊന്നുമോള്, മണ്ണ് തിന്നണ്ട ശരീരവാ. എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും 3ന്റെ അന്ന് കബറങ്ങാടം പൊളിച്ചാ അല്ലാഹുവേ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ കുടി ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇതെല്ലാം പുഴുക്കൾ തിന്നുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യമുള്ളവളാണെന്ന് തെളിയിക്കാ. തന്റെ മുഖത്തിലേക്കും തന്റെ പെരിയത്തിലേയും മുടി പിടിതു കളയുന്ന ഉമ്മമാരെ, അല്ലാഹു ശപിച്ചവളാണ് നീ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോ ഈ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്തോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരന്നിട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലേ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ, നരച്ച മുടി മറയ്ക്കുന്നവരാ. പടച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ, ഇന്ന് പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നില് എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്,
അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, നീ ശാപം കിട്ടിയവളാണ്, പടച്ച റബ്ബിന്റെ ശാപം കിട്ടിയവളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അവർ അല്ലാഹുവിന്റെ ശാപം വാങ്ങുന്നവരാ.